അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നാം എല്ലാവരും ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന അവസ്ഥ നേരിടുന്നവരാണ്. ആ അവസ്ഥകൾ സന്താപമാകാം, സന്തോഷമാകാം. പല നിലക്കും മനുഷ്യ മനസ്സുകളെ വേദനിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതുമായ ഓരോ രംഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടുള്ള പ്രയാസങ്ങൾ, മറ്റു ചിലർക്ക് കടങ്ങൾ കൊണ്ട് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ, ചില ആളുകൾക്ക് മാനസികപരമായ ബുദ്ധിമുട്ടുകൾ. ഇങ്ങനെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ഘട്ടത്തിൽ പരിഹാരമാർഗങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് കിതാബുകളിലൂടെ അടിസ്ഥാനപരമായ തെളിവുകൾ ഉന്നയിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആത്മീയമായൊരു മാർഗം സ്വീകരിക്കുന്നവരാണ്. ഭൗതികപരമായ മേഖലകളിലൂടെ തൻ്റെ ജീവിതത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്ന ആളുകളാണ്. ഇങ്ങനെ മനുഷ്യ ചിന്തകൾക്കും ബുദ്ധികൾക്കും അവർ വിവേകമായി ചിന്തിച്ചുകൊണ്ട് പെരുമാറുമ്പോൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പല ഉയർച്ചകൾ നേടാൻ വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നഷ്ടങ്ങളാകാം നമ്മുടെ മുന്നിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികപരമായി ഒരാൾ തകർച്ചയിലെത്തുന്ന സമയത്ത് അവൻ ആ തകർച്ചയും മാനസികമായ ടെൻഷനും മുന്നോട്ടുള്ളതായ ജീവിതത്തെ ആലോചിച്ച് വലിയ രീതിയിൽ ചിന്തിക്കുന്നവനുമാകും. ചിലപ്പോൾ ഒന്നുകൊണ്ട് എത്താത്ത രീതിയിൽ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ നേരിടുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മുക്തി ലഭിക്കാൻ, നമ്മുടെ എല്ലാ പ്രയാസ പ്രതിസന്ധികൾക്കും ഒരു ശമനം ഉണ്ടാകാൻ മഹാന്മാർ കാണിച്ചു തന്ന, അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ച അടിസ്ഥാനപരമായ ഒരു അറിവാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. ആ അമൽ നിങ്ങൾ പഠിച്ച് പ്രാവർത്തികമാക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം കൂടുതലും ഖുർആനികമായി അല്ലെങ്കിൽ ആത്മീയപരമായി അടുക്കുമ്പോൾ അള്ളാഹു നമുക്ക് ഒരു ദിവ്യമായ ബോധം, ആത്മീയമായ ഉയർച്ച തന്നുകൊണ്ടിരിക്കും. ഏതാണ് ആ മാർഗമെന്നല്ലേ? ഖുർആനിൻ്റെ ഹൃദയഭാഗമായ ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ എല്ലാവരും ഓതുന്നവരാണ്, അത് അറിയുന്നവരാണ്, പതിവാക്കുന്നവരാണ്. ഈ ആയത്ത് ഓതുമ്പോൾ അതിലൊരു ആയത്തുണ്ട്. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് അതിലൊരു ആയത്തുണ്ട്. ഏതാണ് ആ ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന ആയത്തിനെ 100 തവണയാണ് ചൊല്ലേണ്ടത്. ഇത് ചൊല്ലേണ്ട രീതി നാം ആദ്യം മനസ്സിലാക്കണം. വുളുഓടുകൂടെ അവൻ നല്ലൊരു സ്ഥലത്തിരുന്ന് ആത്മാർത്ഥമായി എൻ്റെ ആവശ്യങ്ങൾ ഇതുകൊണ്ട് നേടണമെന്ന ഉത്തമമായ ബോധ്യത്തോടെ മനസ്സിൽ കരുതി 14 ദിവസം തുടർച്ചയായി ഇത് ചെയ്തു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ അവനിൽ വന്നുകൊണ്ടിരിക്കും. മഹാന്മാർ പറഞ്ഞു തരുന്ന ആ ഇത്തരത്തിലുള്ള ആത്മീയ വഴികൾ അവരുടെ സമ്മതപ്രകാരവും ഇജാസത്ത് പ്രകാരവുമാകുമ്പോൾ വലിയ നേട്ടമാണ് ഉണ്ടാവുക. ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല സൽപ്രവർത്തികളെ ജീവിതത്തിൽ പതിവാക്കുവാൻ എല്ലാവരും തയ്യാറാവുക. എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസ പ്രതിസന്ധികൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ ശമനവും നൽകി ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഉയർച്ചയും അതുപോലെ തന്നെ അന്തസ്സും ഖൈറിൻ്റെ എല്ലാ കവാടങ്ങളും അള്ളാഹു നമുക്ക് മുന്നിൽ തുറന്നു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.